ആഗ്നസ് ജോൺ, ആലപ്പുഴയിൽ നിന്ന് വരുന്നു. ഞാൻ 2019 നവംബർ 14 ഉടമ്പടി എടുത്തത് ആദ്യമായിട്ട്. ഇതിനു മുമ്പ് 2021 എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുഗ്രഹിച്ചതിന് ആയിരം നന്ദി പറയുന്നു. ഇപ്പോൾ വീണ്ടും അനുഗ്രഹം തന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ആദ്യത്തെ നിയോഗം, ഞങ്ങൾക്കൊരു 10 വർഷമായിട്ട് ഒരു വീട് വെക്കുവാൻ വേണ്ടിയിട്ട് ഒത്തിരി ബാങ്കുകളോടും കയറിങ്ങിയിരുന്നു. ഞങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ കിഴക്ക് വശത്ത് റെയിൽവേ ട്രാക്കാണ്. അതിൻ്റെ പേരിൽ ബാങ്കുകാർ ലോൺ തരുവാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ വന്ന അച്ഛനെ കാണുവാനിടയായി. അച്ഛനൊരു ലോക്കറ്റ് തരികയും അതുകൊണ്ട് ബാങ്കിൽ പോയാൽ ലോൺ ലഭിക്കുമെന്നും സാക്ഷ്യം പറയാൻ സാധിക്കുമെന്നും അച്ഛൻ അനുഗ്രഹിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ആ മാസം സെപ്റ്റംബറിൽ ലോൺ പാസ്സാവുകയും 7 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഭവനം പൂർത്തീകരിച്ച് 2023 ജൂൺ 4 വീടിൻ്റെ വെഞ്ചരിപ്പ് കഴിഞ്ഞ് താമസിക്കാനിടയാവുകയും ചെയ്തു. അപ്പോൾ ഈ തടസ്സങ്ങളെല്ലാം ഉള്ളപ്പോൾ എല്ലാ ശനിയാഴ്ചയും ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസം അമ്മയുടെ വെഞ്ചരിച്ച ഉപ്പ് വീടിന് 4 വശവും വിശ്വാസ പ്രമാണം ചൊല്ലി ഇടുമായിരുന്നു. അത് ആ ഒരു അനുഗ്രഹം കൊണ്ടും അമ്മയുടെ കരുണ കൊണ്ടും മാത്രമാണ് ഈ ലോൺ ലഭിച്ചതെന്നും ഞങ്ങൾക്ക് ഈ ഭവനം ലഭിച്ചതെന്നും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. രണ്ടാമതായി, എൻ്റെ ഭർത്താവ് തെലുങ്കാനയിലാണ്. അവിടെ കൽക്കരി ഖനിയിലാണ് ജോലി ചെയ്യുന്നത്. അണ്ടർഗ്രൗണ്ട് ജോബാണ്. അത് ഇച്ചിരി റിസ്ക്കുള്ള ജോബായതുകൊണ്ട് ഞാൻ ഇൻറ്റൻഷനിൽ അമ്മയുടെ നീല മേലങ്കിയാൽ യാത്രയിലും ജോലി സ്ഥലത്തും പൊതിഞ്ഞ് സംരക്ഷിക്കണമെന്ന് നിയോഗം വെച്ചിരുന്നു. ഒക്ടോബർ മാസം ഞങ്ങൾ വീടിൻ്റെ കാര്യത്തിനായി ഞാൻ ഇവിടെ ആലപ്പുഴയിലുമായിരുന്നു. കുട്ടികൾ 2 പേരും, ഒരാൾ ഹൈദരാബാദിലും ഒരാൾ ബാംഗ്ലൂരിലുമാണ്. ഹസ്ബൻഡ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ജോലി സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് BP റൈസ് ആവുകയും കൈകാലുകൾക്കൊരു ബലഹീനത ഏർപ്പെടുകയും ചെയ്തു. പക്ഷേ എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അമ്മയുടെ വെഞ്ചരിച്ച ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണവും ചൊല്ലി ഒരു തുള്ളി തേനും കഴിച്ചിട്ടേ പോവുകയുള്ളൂ എല്ലാ ദിവസവും. അതിൻ്റെ സംരക്ഷണം കൊണ്ട് പിന്നെ അങ്ങനെ ഒരു ബലഹീനത തോന്നിയപ്പോൾ ഡ്യൂട്ടി സമയത്ത് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് സ്ട്രോക്കിൻ്റെ ഒരു ചെറിയ വേരിയേഷൻ വന്നു പോയതാണ്, ഒരു വലിയ അനുഗ്രഹമാണ് നടന്നതെന്നാണ് പറഞ്ഞത് ഡോക്ടർ. 3 ദിവസത്തേക്ക് റെസ്റ്റ് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ശരീരമെല്ലാം ഓക്കെ ആവുകയും വീണ്ടും ജോലിക്ക് പോകാൻ ഇടയാവുകയും ചെയ്തു. ഈ വലിയ അനുഗ്രഹത്തിന് അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. മൂന്നാമതായി, ഇതെൻ്റെ ഇളയ മകൻ കെവിൻ. അവന് അവിടെയാണ് പഠിക്കുന്നത്, തെലുങ്കാനയിലാണ് പഠിക്കുന്നത്. പ്രീ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ ഒരു RCT കോഴ്സ്, റെസ്പിറേറ്ററി കോഴ്സ് എടുത്ത് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. ആ സമയത്ത് കൊറോണ ആയിരുന്നു. അഡ്മിഷൻ ലഭിക്കാൻ ഒരു സാഹചര്യവുമില്ല. കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാൻ പറ്റുകയില്ലായിരുന്നു. ഓൺലൈൻ വഴി ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു. ഓൺലൈനിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. അവർ ഭാഷ കൂടെ വേറെയാണ്. അവർ പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുമില്ലായിരുന്നു. ഞാനും മോനും ദിവസവും ഇരുന്ന് അവൻ ഒരു 4 കൊന്തയോളം കരഞ്ഞുകൊണ്ട് ചൊല്ലുമായിരുന്നു. ചൊല്ലി പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുകയും ഒരു മലയാളിയുടെ സഹായത്തോടുകൂടെ തന്നെ ആ കോളേജിൽ ഈ കോഴ്സിന് തന്നെ അഡ്മിഷൻ ലഭിച്ചു. അത് കഴിഞ്ഞ് കോളേജിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായപ്പോഴെല്ലാം ലൂക്ക 18:27 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വാക്ക് അവൻ പറഞ്ഞ് ചൊല്ലുമായിരുന്നു. അങ്ങനെ ആ കോഴ്സ് 3 വർഷം ഈ ജാനുവരി 20 ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ പാസ്സായി അവൻ്റെ കോഴ്സ് മാതാവ് പൂർത്തീകരിച്ചു തന്നു. പിന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്ക് ഏത് അസ്വസ്ഥതകളുണ്ടായാലോ, ഒരു ചെറിയ തലകറക്കമോ വയറുവേദന എന്തു വന്നാലും ഞങ്ങളുടെ മരുന്ന് ഉപ്പും തേനും വിശുദ്ധ തൈലവും മാത്രമാണ്. അതുപയോഗിച്ച് ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. അമ്മയുടെ ഈ സാന്നിധ്യത്തിനും സംരക്ഷണത്തിനും കോടി നന്ദി പറഞ്ഞുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങളുടെ അവിടെ തെലുങ്കാനയിൽ ഓർഫനേജസ് ഉണ്ട്, കൊച്ചുകുട്ടികളുടെ ഓർഫനേജസാണ്. അവിടെയാണ് ഞങ്ങൾ സാമ്പത്തിക സഹായം ചെയ്യുക. പിന്നെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന കുറേ കുടുംബങ്ങളുണ്ട്, അവർക്കും സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. പിന്നെ തെലുങ്ക് പേപ്പറാണ് ഞാനിവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവുക. അവിടെ ഞങ്ങൾക്ക് പരിചയമുള്ളിടത്തും വേറെ കുറച്ച് ദൂരത്തും കൂടെ പോയി പേപ്പറുകൾ നൽകുന്നുണ്ട്. അത് വായിച്ചിട്ടിപ്പോൾ അവിടെയുള്ള കുറേ ഫാമിലിക്ക് ഇങ്ങോട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് വരണമെന്നുണ്ട്. അവർക്ക് ഭാഷ അറിയാത്തത് കൊണ്ട് അവർക്ക് എപ്പോഴാണോ സാഹചര്യം കിട്ടുന്ന അന്ന് കൊണ്ടുവന്ന് ഇവിടെ ഉടമ്പടി എടുപ്പിക്കാമെന്ന് അവരോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ അനുഗ്രഹത്തിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി.